നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കേരള ചിക്കനിൽ വന്നിട്ടുള്ള കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഒരു പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ വീഡിയോൻ്റെ താഴെയുള്ള ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഓഫീസ് അസിസ്റ്റൻ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 13-ാം തീയതി വന്നതായിരുന്നു. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 28/11/2024. ഈ മാസം 28-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് പോസ്റ്റ് ഒരു പോസ്റ്റിലേക്കുള്ളൂ. പക്ഷേ ഇതിലെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് +2 യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ ഇൻ MS ഓഫീസ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. കൺസോളിഡേറ്റ് പേ എന്ന് പറയുന്നത് 15,000 രൂപയാണ് പെർ മന്ത് പറയുന്നത്. ഏജ് ലിമിറ്റിലേക്ക് പോവുകയാണെങ്കിൽ 30 വയസ്സിന് താഴെ ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പറയുന്നത് ടു മെയിൻറ്റെയിൻ ഫയൽസ് ആൻഡ് റെക്കോർഡ് ആൻഡ് ഓഫീസ് രജിസ്റ്റേഴ്സ്, മാനേജിങ് ഓഫീസ് സപ്ലൈസ് ആൻഡ് ഓർഡറിങ് ന്യൂ സ്റ്റോക്ക് ആൻഡ് ആസ് നീഡഡ്, റെക്കോർഡിംഗ് ഇൻഫർമേഷൻ ആസ് നീഡഡ്, അപ്ഡേറ്റിംഗ് പേപ്പർ വർക്ക്, മെയിൻറ്റെയിനിങ് ഡോക്യുമെൻറ്റ് വേർഡ് പ്രോസസ്സിങ്, ഹെൽപ്പിംഗ് ഓർഗനൈസ്. നമ്മളൊരു ഓഫീസ് അസിസ്റ്റൻറ്റിന് വേണ്ട ഒരു ജോലികൾ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെയാണ് നോക്കാനുള്ളത്. ഇതിലേക്ക് പിന്നെ ഹാർഡ് കോപ്പി ആയിട്ട് ഓൺലൈൻ ഇതിൻ്റെ അപേക്ഷാ ഫോം എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹാർഡ് കോപ്പി 28-ാം തീയതിക്കുള്ളിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സൈറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ നിങ്ങളെ CV ഇതിലേക്ക് റെസ്യൂം അയച്ചു കൊടുക്കാൻ പറ്റും. എന്താണ് പോസ്റ്റ് നോക്കിയിട്ടുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കേരള ചിക്കൻ്റെ സൈറ്റാണ് ഇതുള്ളത്. ഇതിൽ കരിയേഴ്സിൽ നോക്കിയാലാണ് നമുക്ക് എന്താ ഈ വേക്കൻസി അറിയാൻ പറ്റിയിരുന്നത്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. പിന്നെ പറയുന്നത് സെലക്ഷൻ പ്രൊസീജിയർ, ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഷാൽ ബി സെലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടൺ ആൻഡ് ടെസ്റ്റ് ഇൻ്റർവ്യൂ. ദ ഡേറ്റ് ആൻഡ് വെന്യൂ ഫോർ ദ സെയിം വിൽ ബി ഇൻറ്റിമേറ്റഡ് ത്രൂ ടെലിഫോൺ ആൻഡ് ഇമെയിൽ എന്ന് പറയുന്നത്. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കാൻ നിങ്ങൾ ടെലിഫോണോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നിങ്ങളെ അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടത് ഇതാണോ, അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു PDF എന്തെങ്കിലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൽ മതി. ഈ അഡ്രസ്സും കാര്യങ്ങളും PDF ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളെ ഗ്രൂപ്പിൽ ഓൾറെഡി ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ നമ്പർ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. കൂടുതലൊന്നുമില്ല. +2 യോഗ്യതയുള്ള ആളുകൾക്ക് നിങ്ങളുടെ CVയും കാര്യങ്ങളും എന്ത് ചെയ്യുക, ഈ പിന്നെ പോസ്റ്റിലായി അയക്കേ വേണ്ടുള്ളൂ. അയക്കുന്ന 28-ാം തീയതി മുമ്പ് 28-ന് അവിടെ കിട്ടുന്ന രീതിയിലേക്ക് അയക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഒഴിവുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.